ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ഓപ്പറേഷന് വേണ്ടിയുള്ള പണം ഹോസ്പിറ്റൽ അടച്ചതിന് ശേഷം ശാരികയുടെ അരികിലേക്ക് എത്തുന്നു. ശാരിക അപ്പോഴും തന്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കയായിരിക്കും തന്നെ മനസ്സിലാകുക എന്നതായിരുന്നു ശാരികയുടെ മറുപടി. ഇപ്പോഴും ഞാൻ മോളെ കുറിച്ച് ആലോചിക്കുന്നത് അവളുടെ മുഖം പോലും ഇപ്പൊ എന്റെ ഓർമ്മയിലില്ല. അവളെ താലോലിക്കാനോ അവളെ ഒന്ന് കൊഞ്ചിക്കാനോ ഒന്ന് എടുക്കാനോ ഒന്നും കഴിയാത്ത ഞാൻ അവളുടെ അമ്മയാണെന്ന് പറയുന്നത് അങ്ങനെ അവകാശപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അമ്മയെന്ന് പറയുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നെല്ലാം ശാരിക പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ശാലിനി ചോദിച്ചു, ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഈ ചേച്ചിയുടെ ഈ അസുഖം ഭേദമായി കഴിഞ്ഞാൽ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ എടുക്കുകയോ കൊഞ്ചിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. ചേച്ചിയുടെ അടുത്തേക്ക് കുഞ്ഞിനെ ഞാൻ കൊണ്ടുവരില്ലേ എന്ന് ശാരികയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട ശാരിക പറഞ്ഞു, എനിക്ക് എൻ്റെ മോളുടെ മുഖം പോലും ഒന്നും ഓർമ്മയില്ല ശാലിനി. എന്തായാലും എനിക്ക് മോളെ ഒന്ന് കാണണം. ഓപ്പറേഷന് കയറുന്നതിന് മുൻപ് അവളുടെ മുഖം ഒന്ന് എനിക്ക് കാണണം എന്ന് ശാരിക ആവശ്യപ്പെടുമ്പോൾ അത് കേട്ട ശാലിനി പറഞ്ഞു, തീർച്ചയായിട്ടും ചേച്ചിയെ ആ മുഖം ഞാൻ കാണിച്ചു തരാം. ചേച്ചിക്ക് നാളെ രാവിലെ കുഞ്ഞിനെ കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതും ശാലിനി പറഞ്ഞു, നാളെ രാവിലെയോ? എനിക്കിപ്പോൾ ഒന്ന് മോളെ കണ്ടാൽ കൊള്ളാവുന്നുണ്ട് എന്ന് ശാരിക നിർബന്ധിച്ചു. ശാലിനി പറഞ്ഞു, ഈ സമയത്ത് ഇപ്പോൾ കുഞ്ഞ് ഉറക്കമായി കാണില്ലേ, അതുകൊണ്ട് നാളെ രാവിലെ ശാന്തേച്ചിയോട് ഇങ്ങോട്ട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാമെന്ന് ശാലിനി ഉറപ്പ് നൽകി. ഈ സമയത്ത് ശാന്ത കുഞ്ഞിനെയും കയ്യിലെടുത്ത് ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത ആകെ ടെൻഷനിലായിരുന്നു. ദൈവമേ, ഇന്ന് ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാ രാജേട്ടൻ്റെ കൈ കൊടുത്തു വിടുന്നത്? ഇനി എന്ത് ചെയ്യും? കൊടുത്തില്ലെങ്കിൽ അതും വലിയ പ്രശ്നമാവുമല്ലോ ടീച്ചറ. എന്താ ചെയ്യുക? ഈ കുഞ്ഞിന്റെ കളിയും ചിരിയും ഇപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവനായിരിക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് ശാന്ത കുഞ്ഞിനെയും കൈ പിടിച്ച് നടക്കുമ്പോൾ അരികിലേക്ക് എത്തിയ പൊന്നിയും ശാന്തേശി എന്താ ആലോചിക്കുന്നതെന്ന് അന്വേഷിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞതും കുഞ്ഞിന് കുറുക്ക് കൊടുക്കാൻ ആ കുറുക്കിന്റെ ചൂടൊക്കെ അറിയോ പൊന്നി എന്ന് അന്വേഷിച്ചു. അവൾക്ക് ചെറിയൊരു ചിണക്കമുണ്ടോ, ഉറങ്ങാനായിരിക്കും. ഞാൻ ഇവളെ ഒന്ന് ഉറക്കാൻ നോക്കട്ടെ, ഇനി ഉറങ്ങിക്കഴിഞ്ഞ് ഇവൾക്ക് ഞാൻ കുറുക്ക് കൊടുക്കാം എന്നൊക്കെ ശാന്തേച്ചി അഭിപ്രായം പറഞ്ഞു. എന്തായാലും കുഞ്ഞാവൻ ഇങ്ങനെ വന്നേ, ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പൊന്നി കുഞ്ഞിനെ കൈമാറി കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞിനെ അവിടുന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചന തുടർന്നുകൊണ്ടിരുന്ന രാഘവൻ നായരും പിള്ളയും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ പിള്ളയോട് സങ്കടത്തോടെ രാഘവൻ നായർ ചോദിച്ചു, പിള്ളേ, നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് കുഴപ്പമാവോടോ എന്ന് ചോദിച്ചതും, എന്താ സാറേ, സാറൊന്നും മിണ്ടാതിരിക്കും. ഞാനത് നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ആദ്യം അവനവന്റെ തടി, അതിനുശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പിള്ള കുഞ്ഞിനെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചനയിൽ അവരെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അപ്പോഴാണ് ശിവൻ കുട്ടികളുമായിട്ട് വീട്ടിലേക്ക് വന്നെത്തിയത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സത്യമുള്ള കയ്യിൽ നിറയെ കളിപ്പാട്ടങ്ങളുമായി ഓടി രാഘവനാഥ് അരികിലേക്ക് എത്തി. അച്ചച്ച എന്ന് വിളിച്ച് അരികിലേക്ക് വന്നതും, ആ അച്ചച്ചന്റെ പൊന്നുമോൾ എത്തിയോ? അല്ല, പപ്പി എവിടെ എന്ന് ചോദിച്ചപ്പോ പിന്നാലെ വന്ന ശിവൻ പറഞ്ഞു, പപ്പിയെ വഴി വെച്ച് രോഹിത്തിനെ കണ്ടു, അതുകൊണ്ട് അവർ രണ്ടുപേരും വണ്ടിക്ക് പിന്നാലെ വരുന്നുണ്ട് എന്ന് ശിവൻ മറുപടി നൽകി. ഉടനെ സത്യ തന്റെ കയ്യിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ ഓരോന്നായിട്ട് രാഘവൻ നായരെ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോ, ഇത് ഭാവിക്ക് വേണ്ടി വാങ്ങിച്ചതാ എന്ന് പറഞ്ഞ് ആ കളിപ്പാട്ടങ്ങളെല്ലാം കാണിച്ചത് വലിയ സന്തോഷമായിരുന്നു സത്യയുടെ മനസ്സിൽ. ഇത് കണ്ടതോടെ രാഘവൻ നായരാകെ ടെൻഷനിലെ, ഓ പിന്നെ ഇതൊക്കെയല്ലേ ഇപ്പൊ കൊച്ചിന് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പറഞ്ഞു, എന്റെ ശിവ, അപ്പുറത്തെ 2 റൂം നിറച്ച് ഇവരുടെ സത്യമോൾക്കും പവിമോൾക്കും കളിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതൊക്കെ കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ പിള്ളച്ചേട്ട എന്ന് ശിവ മറുപടി നൽകി. അപ്പോഴേക്കും കുഞ്ഞകത്തിരിക്കുന്നത് സത്യ കണ്ടതും വേഗം കളിപ്പാട്ടങ്ങളുമായി ശാന്തയുടെ പൊന്നിയുടെ അരികിലേക്ക് സത്യ ഓടിച്ചെന്നു. സത്യ ആ കളിപ്പാട്ടങ്ങൾ ഓരോന്നും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട വാവയെ ഭാവിക്ക് വേണ്ടി വാങ്ങിച്ചതാ ചേച്ചി എന്ന് പറഞ്ഞ് കളിപ്പാട്ടങ്ങൾ ഓരോന്നും കുഞ്ഞവാവയെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കുഞ്ഞാവ അതെല്ലാം നോക്കി അതിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന ശിവൻ പറഞ്ഞു, കണ്ടില്ലേ, കണ്ടില്ലേ പിള്ളച്ചേട്ടാ, അവരുടെ ലോകം കണ്ടോ, അവരുടെ സംസാരം, അവർ പരസ്പരം ഓരോന്നും പറയുന്നതൊക്കെ കണ്ടോ? അതാ പറഞ്ഞത്, കുട്ടികളുടെ സന്തോഷം, അവരുടെ ആ ലോകത്ത് അവരുടെ ഈ കളിയും ചിരിയും കണ്ടു നിൽക്കാൻ തന്നെ എന്ത് ചന്തമാ എന്ന് പറഞ്ഞ് വേഗം ശിവനും അകത്തേക്ക് കയറിച്ചു. എന്നിട്ട് കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ചു. കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും, ഇതെല്ലാം വാവയ്ക്കുള്ളതാ, ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നതാ എന്നൊക്കെ സത്യ പറയുമ്പോ, ഓ ആണോ, ഏത് ചേച്ചി എന്നൊക്കെ ശിവനും കളിയായിട്ട് കുട്ടികളുടെ കൂടെ കൊടുത്തു. ഈ കാഴ്ച കണ്ടതോടെ പിള്ളച്ചേട്ടൻ രാഘവനാരോട് പറഞ്ഞു, എന്റെ സാറേ, ആണ്ടെ ആ ശിവനും അല്ല ആ വിഷ്ണുവും വിഷ്ണുക്കുഞ്ഞും ദാ പോയി എടുത്തിരിക്കുന്നു കുഞ്ഞിനെ, ഇനി എന്തൊക്കെ വരുമോ എന്തോ എന്ന് പറഞ്ഞപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു, എടോ തന്നെ നാക്ക് വളച്ചൊന്നും പറയാതിരിക്കടോ എന്ന് പറഞ്ഞ് രാഘവനാർ പിള്ളയെ താക്കീത് ചെയ്യുന്നു. അതിനുശേഷം ശാലിനി കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ ശാരികയ്ക്ക് മരുന്ന് കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ശാലിനിയുടെ അരികിലേക്ക്
ശാരികയ്ക്ക് അരികിലേക്ക് ശാലിനി എത്തി. ശാലിനി അവിടെ മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളത്തെ ഓപ്പറേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ശിവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തുകയാണ്. ശാരിക തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴാണ് ശിവൻ വേഗം തന്നെ ശാരികയുടെ ആ വാർഡിനരികിലേക്ക് എത്തിയത്. റൂമിനടുത്തെത്തിയിട്ട് ശിവൻ പറഞ്ഞു, ശാലിനി, ഞാൻ നാളെ ഇവിടെ ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ വൈകിട്ടേക്കും പോന്നു. ഞാൻ പുറത്തുണ്ടാവും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് ശാലിനി സമ്മതിച്ചു. അങ്ങനെ ശിവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഉടനെ ശാലിനി ശാരികയോട് പറഞ്ഞു, ചേച്ചി മറ്റൊന്നും ആലോചിക്കണ്ട, ചേച്ചി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ശാലിനി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ശിവൻ നിൽക്കുന്നത് കണ്ടതും ശാലിനിയോട് ശിവൻ പറഞ്ഞു, അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ശാലിനി? ഉണ്ടെങ്കിൽ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. വല്ല ചായയോ കാപ്പിയോ എന്തെങ്കിലും കടിക്കാനോ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്നായിരുന്നു ശാലിനിയുടെ മറുപടി. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അതെ, ചായ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മേടിച്ച് തരുന്നതിന് വേണ്ടിയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ, അതൊന്ന് ഓർത്താൽ കൊള്ളാം എന്ന് ശിവൻ ശാലിനിയോട് ഓർമ്മപ്പെടുത്തി. ശാലിനി ശിവനെ തന്നെ ഉറ്റുനോക്കുമ്പോൾ കൂടുതലൊന്നും പറയാതെ ശിവൻ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ശാലിനി ചോദിച്ചു, അല്ല, ശിവൻ എവിടെ കിടന്നാ ഉറങ്ങുക? അപ്പോഴേക്കും ശാലിനിയോട് ശിവൻ പറഞ്ഞു, ഞാനൊന്നെങ്കിൽ ആ റിസപ്ഷന്റെ അരികിൽ എവിടെയെങ്കിലും കിടന്നോളാം, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് കിടന്നോളാം. അതോർത്ത് ശാലിനി ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് ശിവൻ വേഗം വണ്ടിക്ക് അരികിലേക്ക് പോകുമ്പോൾ ശാലിനി തന്റെ വിഷ്ണുവേട്ടന്റെ ഹൃദയം തന്നെയാണോ ശിവന്റെ ശരീരത്തിലുള്ളത് എന്നൊരു ആശങ്ക വീണ്ടും ശാലിനിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് അരുണ അഡ്വക്കേറ്റിന്റെ വീട്ടില് മൂർത്തി മുറിയിൽ അങ്ങനെ തനിച്ചിരുന്ന് ആകെ വിഷമിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തി അരുണ ചോദിച്ചു, എന്താ മൂർത്തി, എന്താ ഇങ്ങനെ മുറിയടച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, അത് പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാ എന്ന് പറഞ്ഞപ്പോൾ ആരാ കുറച്ചു മുമ്പ് അപ്പുറത്ത് വന്നത് എന്ന് ചോദിച്ചു. അത് അച്ഛന്റെ വിവരങ്ങൾ അറിയാനായിട്ട് തോമസ് അങ്കിൾ വന്നതാ എന്ന് പറഞ്ഞു. ഓരോരുത്തരും വന്നു പോകും, അല്ല, മൂർത്തി അന്വേഷിച്ചു, മൂർത്തി കിടക്കുവാന്ന് ഞാൻ പറഞ്ഞത് എന്ന് അരുണ അറിയിച്ചപ്പോഴേക്കും, അല്ലെങ്കിൽ എന്നെ പോലെ ഉള്ളവർക്കുള്ള ജോലി ഇത് തന്നെയാണല്ലോ, സമൂഹത്തെ നോക്കാൻ, അല്ലെങ്കിൽ നാട്ടുകാരെയോ മറ്റു മനുഷ്യരെയോ നോക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത, അതിന് അഭിമാനക്കുറവ് തോന്നുന്ന, ജീവിതത്തിൽ തോൽവി മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലെ ഉള്ളവർക്ക് പറഞ്ഞ ജോലിയാണല്ലോ, ഒന്നെങ്കിൽ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുക, വീട്ടിൽ അടച്ചിരുന്ന് മദ്യപിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് പറ്റിയ ജോലികൾ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് മൂർത്തി അറിയിച്ചു. ഇത് കേട്ടതും അരുണ പറഞ്ഞു, എന്തിനാ മൂർത്തി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ കളാം, നാളെ നമുക്ക് പോകണ്ടേ, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നതിന് വേണ്ടി ഉള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, അരുണ, ഞാനിപ്പോൾ ആകെ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഗൾഫിലേക്ക് പോയ നമ്മുടെ ആ പ്രോഡക്റ്റ്, ആ ഒരു ചരക്ക് മാത്രമാണ് ഇപ്പൊ എൻ്റെ ആകെ പ്രതീക്ഷ. അതെങ്കിലും വിജയിച്ചാൽ മാത്രമേ നമുക്കിനി പിടിച്ചു നിൽക്കാനാവൂ, ഇല്ലെങ്കിൽ എന്നേക്കുമായി ബിസിനസ് തകർന്ന് നമ്മൾ ഇല്ലാതാകും എന്ന് മൂർത്തി അറിയിച്ചു. അത് കേട്ടതോടെ അരുണ പറഞ്ഞു, മൂർത്തി ഇങ്ങനെ നിരാശപ്പെടാതെ, എല്ലാം നല്ല രീതിയിൽ നടക്കും. അതിനുവേണ്ടിയുള്ള ഒരു വഴിയായിട്ടാ നാളെ നമുക്ക് അവിടെ പോകണ്ടേ, കുഞ്ഞിനെ കാണാനായിട്ട്, നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ കുഞ്ഞിനെ പോയി കാണണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും മൂർത്തി ചോദിച്ചു, എന്തിനാ അരുണ ആ പാവത്തിനെ കൂടി നമ്മുടെ ഈ കഷ്ടപ്പാടിലേക്ക് കൊണ്ടുവന്ന് ഈ ദുരിതത്തിലേക്ക് ആ പാവത്തിനെ കൂടി വലിച്ചഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് കരണ്ട് പോന്നു. കണ്ടില്ലേ, ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ കരണ്ട് പോവുകയും ചെയ്തു, വെളിച്ചം തന്നെ നഷ്ടമായി. അതാ ഞാൻ പറഞ്ഞത്, പാവം ആ കുഞ്ഞിന്റെ ജീവിതം കൂടി നമ്മളായിട്ട് ഇല്ലാതാക്കല്ലേ എന്ന് അരുണയോട് വേദനയോടെ മൂർത്തി അറിയിച്ചു. അപ്പോഴേക്കും അകത്തേക്ക് കാർത്തിയാനി അമ്മ ഒരു മെഴുകുതിരിയുമായിട്ടെത്തി. കാർത്തിയാനിയമ്മ പറഞ്ഞു, മക്കളെ, ദാ കുറച്ചു മുമ്പ് സുബ്രഹ്മണ്യം പോറ്റി വിളിച്ചിരുന്നു, അദ്ദേഹം ഉടനെ തന്നെ ഇങ്ങോട്ട് എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് സിറ്റൗട്ടിൽ വന്ന് കാത്തു നിൽക്കുകയാണ് മൂർത്തിയുടെ അച്ഛൻ. അല്പസമയം കഴിഞ്ഞത് ഒരു കാറ് മുറ്റത്തേക്ക് വന്നിറങ്ങി. സുബ്രഹ്മണ്യൻ പോറ്റി വേഗം അകത്തേക്ക് കയറി വന്നത് മെഴുകുതിരി വെട്ടവുമായിട്ട് അവിടേക്ക് വരുന്ന കാർത്തിയായനി അമ്മയും അരുണയും മൂർത്തിയെയും എല്ലാം സുബ്രഹ്മണ്യൻ പോറ്റി നോക്കി. എന്നിട്ട് ചോദിച്ചു, അന്ധകാരം അല്ലെ? അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നത്, തിന്മ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. എന്നാൽ ഈ തിന്മയെ പാടെ നീക്കി നന്മയുടെ വെളിച്ചം വീശുന്ന സമയമായി, അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. ഇതെല്ലാം കേട്ടതും ഒന്നും അറിയാതെ എല്ലാവരും അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഈ കുടുംബത്തിന് വെളിച്ചമായി, ഈ കുടുംബത്തിനെ ഉയർച്ചയിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് ഒരാൾ ഉടനെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അതിന് ഉള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി നല്ല കാലം ഈ വീടിന് കാത്തിരിക്കുന്നത്, ഇനി വരുന്നത് നല്ല സന്തോഷകരമായ ഒരു ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് അതിശയത്തോടെ എല്ലാവരും പരസ്പരം നോക്കുകയാണ്.
ഇനി വരാൻ പോകുന്നത് വെളിച്ചമാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ലൈറ്റ് എത്തി. അങ്ങനെ കറണ്ട് കട്ടായിരുന്നത് വേഗം കറണ്ട് മടങ്ങിയെത്തിയതോടെ കണ്ടില്ലേ, അക്കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതിന്റെ ഐശ്വര്യമായി ഇപ്പൊ തന്നെ വെളിച്ചം വന്നത് കണ്ടില്ലേ എന്ന് അദ്ദേഹം അറിയിച്ചു. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ പരസ്പര സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞിനെ എങ്ങനെ തട്ടിക്കൊണ്ടു പോകും എന്നതിനെ കുറിച്ചുള്ള ആലോചനയായിരുന്നു രാജേന്ദ്രൻ മനസ്സിൽ. രാജേന്ദ്രൻ വേഗം ശാന്തയുടെ ഫോണിലേക്ക് വിളിച്ചു. ശാന്ത ആകെ ടെൻഷൻ അങ്ങ് നിൽക്കുമ്പോൾ എന്താ എന്ന് ഫോൺ എടുത്ത് ചോദിച്ചതും, എടി നീ വേഗം തന്നെ കുഞ്ഞിനെ റെഡിയാക്കി എനിക്ക് തന്നുവിടാൻ റെഡിയായി നിന്നു, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരുവാ എന്ന് രാജേന്ദ്രൻ പറഞ്ഞപ്പോഴേക്കും ശാന്ത പറഞ്ഞു, അയ്യോ ഇപ്പോൾ വന്നാൽ ശരിയാവില്ല, ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും കുഞ്ഞിനെ അന്വേഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ രാജേന്ദ്രൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് കുഞ്ഞിനെ കിട്ടണം, നീ എത്രയും വേഗം കുഞ്ഞിനെ എടുത്തു തന്നിരിക്കണം, വേറൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. എന്ത് ചെയ്യുന്നറിയാതെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പൊന്നി അരികിലേക്ക് എത്തിയത്. എന്താ ശാന്തച്ചി, വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ശാന്തച്ചിക്ക് ആകെ ഒരു ടെൻഷനുള്ള പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല പൊന്നി, ഞാൻ കുഞ്ഞിനെ ഒന്ന് ഉറക്കാൻ നോക്കുകയായിരുന്നു, കുഞ്ഞിന്റെ കുറുക്കൊക്കെ ചൂടാറിയിട്ടുണ്ടല്ലോ അല്ലേ, അവൾക്ക് കൊടുത്തിട്ട് ഞാൻ കിടത്തി ഉറക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ദാ ഇപ്പൊ കുറുക്കെടുത്തോണ്ട് വരാവേ, വാവയുടെ കുറിപ്പ് ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കെടുക്കുവാനായിട്ട് പൊന്നി അവിടെ നിന്ന് പോകുമ്പോൾ ആകെ ടെൻഷനോടെ ശാന്ത നിൽക്കുന്നു.